ലയണൽ മെസ്സിയുടെ അർജന്റീന കൊളംബിയയെ 1-0 തോൽപ്പിച്ച് 16-ാം തവണയും കോപ്പ അമേരിക്ക കിരീടം നേടി. ഫൈനലിൽ കൊളംബിയയെ 1-0 തോൽപ്പിച്ച് 16 തവണയും കോപ്പ അമേരിക്ക കിരീടം ചൂടി അർജന്റീന റെക്കോർഡ് സൃഷ്ടിച്ചു. ആരാധകർ ടിക്കറ്റില്ലാതെ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചുകയറിയത് കാരണം ഉച്ചകോടിയിലെ ഏറ്റുമുട്ടൽ 1 മണിക്കൂറിലധികം വൈകി. ഫൈനലിൽ കൊളംബിയയെ 1-0 തോൽപ്പിച്ച് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമായി അർജന്റീന മാറി. ഈ വിജയത്തോടെ ഇതുവരെ 15 കിരീടങ്ങൾ നേടിയ ഉറുഗ്വായെ പിന്തള്ളി 16 തവണയും അവർ ടൂർണമെന്റ് കിരീടം സ്വന്തമാക്കി. 112 മിനിറ്റിൽ അധിക സമയത്ത് ലൗട്ടാരോ മാർട്ടിനെസ് വലകുലുക്കി അർജന്റീനയ്ക്ക് ചരിത്രം സൃഷ്ടിക്കാൻ മാത്രം മതിയായിരുന്നു ഫൈനലിലെ ഏക ഗോൾ. മിനിറ്റിൽ പരിക്കേറ്റ് ലയണൽ മെസ്സി 66 മിനിറ്റിൽ പകരക്കാരനായി പുറത്തായതിനാൽ അർജന്റീനയ്ക്ക് ഇത് എളുപ്പമുള്ള രാത്രിയായിരുന്നില്ല. ഏരിയാസിന്റെ വെല്ലുവിളിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റ അദ്ദേഹം വൈദ്യസഹായം പോലും ആവശ്യമായി വരാത്ത വേദനയിലായിരുന്നു. രണ്ടാം പകുതിയിൽ വീണ്ടും ഇറങ്ങുന്നതിന് മുമ്പ് ടീമിനായി മധ്യനിരയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പരിക്ക് മൂലം അസ്വസ്ഥനായ അർജന്റീനയ്ക്ക് പകരം നിക്കോ ഗോൺസാലസിനെ കളത്തിലിറക്കി കളത്തിൽ ഇറങ്ങേണ്ടി വന്നതിനാൽ അർജന്റീനയ്ക്ക് ഇത് ശക്തമായ പകരക്കാരനായി. മെസ്സി അക്ഷരാർത്ഥത്തിൽ കണ്ണീരിൽ മുങ്ങി. തന്റെ സൈനികർ മികച്ച ഫുട്ബോൾ കളിക്കുമ്പോഴും ബെഞ്ചിലിരുന്ന് ആക്ഷൻ കാണുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. രസകരമെന്നു പറയട്ടെ, 56% പൊസിഷനും ഗോളിൽ 19 ഷോട്ടുകളും അടിച്ച് കളത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് കൊളംബിയ ആയിരുന്നു. എന്നാൽ അതിൽ 4 എണ്ണം മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത്. നേരെമറിച്ച് അർജന്റീന എതിർ ഗോളിൽ 11 ഷോട്ടുകൾ മാത്രം അടിച്ചു. 112 മിനിറ്റിൽ ലൗട്ടാരോ. നേരത്തെ 90 മിനിറ്റിനുള്ളിൽ ഒരു ടീമിനും ഗോൾ നേടാനാകാതെ സമനിലയിലായി. സമനില മറികടക്കാൻ ഫൈനൽ അധിക സമയത്തേക്ക് നീണ്ടു. മാർട്ടിനെസിന്റെ തകർപ്പൻ ഗോൾ ചരിത്രം സൃഷ്ടിക്കാൻ അവരെ സഹായിച്ചതിനാൽ അത് മതിയായിരുന്നു. മത്സരത്തിലെ ഒരേയൊരു ഗോൾ സ്കോറർ 96 മിനിറ്റിൽ പകരക്കാരനായി കളിക്കളത്തിലെത്തി. 16 മിനിറ്റുകൾക്ക് ശേഷം അർജന്റീനയ്ക്ക് 16 കോപ്പ അമേരിക്ക കിരീടം സമ്മാനിക്കാൻ അദ്ദേഹം തന്റെ ജോലി ചെയ്തു.